സത്യം പറഞ്ഞാൽ മോഹൻലാലിനൊന്നും സുരേഷ് കുമാറിനെ പോലുള്ള ഒരാളെയും വേണ്ട. കലർപ്പില്ലാത്ത ജനസംഘക്കാരനായ RSSകാരനായ BJPക്കാരനായ സുരേഷ് കുമാറിനെ ഒന്നും മോഹൻലാലിന് വേണ്ട. അപ്പ കാണുന്നവനെ അപ്പ എന്ന് വിളിക്കുന്നവന്മാർ മതി മോഹൻലാലിന്. എന്താ പ്രശ്നം രാജ? ഇത്രയും വിവരമില്ലാത്ത ഒരു മനുഷ്യനെ എന്റെ ലോങ് ലൈഫിൽ ഞാൻ ഫസ്റ്റ് ടൈം കാണാം. എന്താ പ്രശ്നം എന്ന് പറ. ആ മേജർ ഇന്ന് വിസ്മയെ തിരുത്തുന്നു. നിങ്ങളുടെ ഫ്രണ്ടിന്റെ മകളുടെ കാര്യം എന്നും പറഞ്ഞുകൊണ്ട് ഇപ്പം കുറച്ച് ആൾക്കാർ എനിക്ക് വിളിക്കുന്നുണ്ട്. എനിക്ക് മായ എന്ന് പറഞ്ഞ പെൺകുട്ടിയെ കുട്ടിക്കാലം തൊട്ട് ജനിച്ച അന്ന് മുതലൊക്കെ ഞാൻ കാണുന്ന ഒരു കുട്ടിയാണ്. അതിനൊന്നും ഇല്ലേ? ആ കുട്ടിയുടെ സ്വഭാവം എന്താണെന്നുള്ളത് എനിക്കറിയാം. ആ കുട്ടിക്ക് രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു നോളജോ ഇതൊന്നും ഇല്ല. ആരാത് പറഞ്ഞേ? എടോ ഇതൊക്കെ ആരെങ്കിലും പറഞ്ഞിട്ട് വേണോ? കാര്യങ്ങളൊക്കെ ഇത്രയായ സ്ഥിതിക്ക് നമുക്ക് അവിടെ ഊഹിക്കാൻ പാടില്ലേ? ആ കുട്ടി കണ്ടതാണ് ഒരു ബ്ലോക്കിനകത്ത് ഒരു കുട്ടീനെ അടിക്കുന്നു, അതിന്റെ പേരിൽ ഒരു പോസ്റ്റ് ഇട്ടു. പക്ഷെ ഞാൻ അറിയുന്ന മായ എന്ന് പറയുന്ന കുട്ടിക്ക് ഇതിനകത്ത് യാതൊരു വിധത്തിലുള്ള സംഭവം, ഞാനിപ്പോ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും അറിയില്ല. ഈ മനസ്സ് എനിക്കറിഞ്ഞൂടെ? നിന്റെ ആസനത്തിൽ നീ തന്നെ സുണ്ണാമ്പ് തേച്ചാ മതി. എന്റെ അടുത്ത് പറഞ്ഞു അന്തിമകനെ. വിദേശത്ത് എവിടെ പോയി പഠിച്ചതുകൊണ്ട് വിസ്മയുടെ തലയിൽ ആൾ താമസമില്ല. രാജ്യ താല്പര്യം രാജ്യത്തിൻ്റെ അഖണ്ഡതയും രാജ്യത്തിൻ്റെ താല്പര്യമൊക്കെ നീയൊക്കെ പറഞ്ഞു തന്നിട്ടാണ് ഞങ്ങളൊക്കെ പഠിക്കാനുള്ളത്. വിസ്മയെ പഠിപ്പിക്കുന്നു. വിദേശത്ത് പഠിച്ചത് കാരണം വിസ്മയ എന്ന് പറയുന്നില്ല, മായ തേങ്ങ. വിസ്മയ്ക്ക് രാജ്യത്തോട് കൂറില്ല. ആലോചിച്ചോക്കെ, നാണത്തിന്റെ തരുമ്പെങ്കിലും ഉണ്ടെങ്കിൽ മിസ്റ്റർ മോഹൻലാൽ, നിങ്ങൾ വീണ്ടും ഈ മനുഷ്യന്റെ സിനിമ ചെയ്യാൻ പോകുന്നു എന്ന് ഞാൻ അറിഞ്ഞു. ആന്റണി, അങ്ങനെ മോഹൻലാൽ ഈ മനുഷ്യന് ഇനി ഡേറ്റ് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ അന്ന് മോഹൻലാലുമായിട്ടുള്ള എല്ലാ ബന്ധവും അവസാനിക്കും. പറ്റിപ്പോയി, ഒരു തെറ്റ് പറ്റിപ്പോയി. സ്വന്തം ചോരയിൽ ജനിച്ച മോളെ കൊത്തി കീറി പറിക്കാനായിട്ട് പരസ്യമായി വിസ്മയ്ക്കെതിരെ വാചകമടിക്കുന്ന മേജർ. എന്ത് ചെയ്യാനാടാ, ഞാൻ ഇങ്ങനൊരു ദുരന്തനായി പോയി. പിന്നെ വേറൊരാളെ ഞാൻ പറയുന്നില്ല, മറ്റേ തൃശ്ശൂർ എവിടെയോ ലേലുലു എന്ന് പറയുന്ന ഒരു ഒട്ടകം ഉണ്ടല്ലോ. ഈ ഒട്ടകവും ചപ്പും ചവറും ചുണ്ണാമ്പുകളും എല്ലാം കൂടെ ചേർന്ന് നമ്മളെ രാജ്യത്തെ ശിഥിലമാക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. എന്നിട്ട് അതിനെല്ലാം പറയുന്നത് രാജ്യസ്നേഹം. ഇവന്റെയൊക്കെ കുടുംബവകയാണ് രാജ്യസ്നേഹം. നമ്മൾ ജനിച്ചു വളർന്ന നാടിനോട് നമുക്ക് സ്നേഹമില്ല. ഇവനൊക്കെ അധികാരത്തിൽ വന്ന പള്ളിക്കൂടത്തിൽ പോയിട്ടില്ലാത്തവന്മാർ ഭരിക്കുമ്പോൾ മാത്രമാണ് രാജ്യസ്നേഹം. പട്ടാളത്തിൽ നിന്ന് ഇങ്ങോട്ട് പോരണ്ടായിരുന്നു, നേരെ ഡൽഹിയിലോട്ട് പോയാൽ മതിയായിരുന്നു. രാജ്യം ഭരിക്കാൻ പറ്റിയ തലച്ചോറ് പറഞ്ഞാ കൂടിപ്പോ. എന്നിട്ട് പറയാ വിസ്മയ അഭിനയിച്ച സിനിമ വന്നാൽ ഞങ്ങൾ കാണൂലെന്ന്. ഉളുപ്പുണ്ടടാ ചക്കണക്ക്. 40 വർഷം 42 വർഷമായി മോഹൻലാൽ സിനിമയിൽ വന്നിട്ട്. അന്ന് നീയൊക്കെ സിനിമ കണ്ടിട്ടല്ല മോഹൻലാൽ താരമായി വളർന്നത്. മോഹൻലാലിനെ ജാതിയില്ലാതെ മതമില്ലാതെ രാഷ്ട്രീയമില്ലാതെ അയാൾ അഭിനയിക്കുന്നതിന്റെ അത്ഭുതം കണ്ട് സ്ക്രീനിൽ കണ്ടാണ് ആളുകൾ തിയേറ്ററിൽ കയറുന്നത്. നിന്റെ ഒന്നും ഒരു ഓശാരും വേണ്ട, നീ ഒന്നും സിനിമ കാണണ്ടെന്നേ. പാച്ചേട്ടാ, അവമാനിക്കരുത്. ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. എമ്പുരാൻ വന്നപ്പോഴും പറഞ്ഞു ഞങ്ങൾ കാണൂലെന്ന്. എടാ, നിന്നെയൊക്കെ ആരെങ്കിലും സിനിമ കാണാൻ വിളിക്കുന്നുണ്ട്? വേറെ പണി നോക്കടാ ചാണക തലയന്മാരെ. വിസ്മയുടെ പടം വന്നാൽ കാണൂല. ഞാനിതാ ഇപ്പോൾ പറയുന്നു, വിസ്മയ അഭിനയിച്ചത് ചിലപ്പോൾ ഒരു തല്ലിപ്പൊളി പടമായിരിക്കും. കേരളത്തിലെ യുവജന സംഘടനകൾ ഒറ്റക്കെട്ടായി ആ കുട്ടിയോടൊപ്പം അണിനിരന്ന് ആ സിനിമ സൂപ്പർ ഹിറ്റ് ആക്കണമെന്ന് ഞാൻ പറയും. അയ്യോ, അങ്ങനെ പറഞ്ഞൂടാ. പിന്നെ ഞാൻ എന്തിനു വന്ന? ആന്റണിക്ക് കാശുണ്ടാക്കാൻ വേണ്ടിയല്ല ഞാൻ പറയുന്നത്. വിസ്മയെ വിജയിപ്പിക്കണം. കാരണം മോഹൻലാലിന് പോലും ഇല്ലാത്ത ആർജവം, ഈ രാജ്യത്ത് എന്ത് നടക്കുന്നു എന്ന് അന്വേഷിക്കാത്ത പ്രണവിന് പോലും ഇല്ലാത്ത ആർജവം വിസ്മയെ പോലെ ഒരു കുട്ടി കാണിച്ചപ്പോൾ പറയാണ്, ഈ മേജർ പറയാണ് അവള് വിദേശത്ത് പഠിച്ചുകൊണ്ട് രാജ്യസ്നേഹം ഇല്ലാന്ന്. ഇയാളെ നാക്കു പുഴുക്കുലെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കി. ഏത് സ്ഥാപനത്തിനും ചീത്തപ്പേരുണ്ടാക്കാൻ കച്ച കെട്ടി നടക്കുന്ന ചില ചെറ്റകളുണ്ടാവും. ഇവിടെയുണ്ട്. അതാ ഈ അവതാരം. മോഹൻലാലിന്റെ കുടുംബത്തിനോ രാജ്യസ്നേഹം ഇല്ലാത്തവരാണ്. തന്റെ ഉണക്ക പാർട്ടിയെ പിന്തുണച്ചാൽ മാത്രമേ രാജ്യസ്നേഹം വരുള്ളൂ. എനിക്ക് ഒരുപാട് ചൊറിഞ്ഞു വരുന്നു മേജറെ. വൃത്തികെട്ട വർത്തമാനം പറയുന്നതിനൊക്കെ ഒരു മരുന്ന്, ഒരു എന്താ പറയുക, അതിർവരമ്പ് വേണം. രാജ്യസ്നേഹം പഠിപ്പിക്കുന്ന വിസ്മയെ ആര്? മേജർ. എനിക്ക് എന്തിന്റെ കേടായിരുന്നു?